അത്രയും മോശപ്പെട്ട ജന്മമായിരുന്നു. എന്നെ പഠിക്കാൻ സ്കൂളിലയച്ചു. വീട്ടിൽ എന്ത് മോശം നടന്നാലും അച്ഛൻ ആദ്യം സംശയിക്കുന്നത് എന്നെയാണ്. എടുത്തവനെ കാൽപ്പട്ടിയിൽ നിന്ന് പണം എഴുതി. ഞാനോട് പണം എടുക്കാൻ ആണോ പറയാം. സത്യം അങ്ങനെ എന്റെ 15-ാം വയസ്സിൽ ഞാൻ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ പോയി. പിന്നെ നാട്ടിൽ എന്ത് മോശം നടന്നാലും പോലീസ് ആദ്യം തന്നെ എത്തുന്നത് എന്നെയാണ്. എന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ ഒരു ചായക്കടക്കാരൻ നിൽക്കുകയുണ്ടായിരുന്നു. ആ അറവനെ ഈ വിശ്വസിക്കാണെങ്കിൽ ഈ ചായക്ക് പണം കൊടുപ്പിച്ച് ഈ പോലീസുകാരെ ജയിച്ചിട്ടും അടിയെല്ലാം കുറെ അനുഭവിച്ചതാ ഈ ആഫ്രിക്ക. നമുക്കാതെ അത്തരക്കാരാണ് പണി. ഒരു ദിവസം പണിയും വീട്ടിലെത്തുമ്പോ തിരുത്തത്ത് കഴിവ് കിടക്കുന്നതിനെ ടോർച്ചറിന് അവൾ തലപ്പടിച്ചടി. കൊലപാതക കേസിൽ 8 വർഷം ജയിലിൽ കിടന്നവനാണ് ഈ അബൂക്ക. മോൻ ഈ നാട്ടിൽ നിൽക്കണ്ട, ബോംബെയിലോ എവിടെയെങ്കിലും സ്ഥലം വിട്ടോളൂ. അങ്ങനെ ബോംബെയിലെത്തിയ പവിത്രൻ ഇന്ന് പിടികിട്ടാൻ പിടിയില്ല. 16 വർഷങ്ങൾക്ക് ശേഷം തന്റെ പെറ്റമ്മയെ കാണാൻ പവിത്രൻ എത്തിച്ചു. ഞാനമ്മൻ പവിത്രൻ 16 വർഷങ്ങളായി എന്റെ ടിവിയിലും വാർത്തകളിലൊക്കെ കണ്ടു പോലീസിലെ കുറ്റവാളി. അത് കണ്ടതിന്റെ അച്ഛൻ ഈടക്കട തൂങ്ങി വെച്ച് എന്റെ മകൻ ഒരു പിടി ചോറ് കഴിച്ചിട്ടെങ്കിൽ പോണം. അമ്മക്ക് എന്റെ മകനെ വിശ്വസിച്ച് പറഞ്ഞേൽപ്പിക്കാൻ പറ്റില്ല. ഈ നാടിന് വേണ്ട. അന്ന് ഞാൻ ആ ജോലിയിൽ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. അമ്മയ്ക്ക് അന്ധകരാകുന്ന മകൻ, ആ കപട ജാതകം ഞാനൊന്ന് തിരുത്തി കുറിക്കുന്നു. മകന് അന്ധനിയാവുന്ന അമ്മ, മകന് അന്ധനിയാവുന്ന അമ്മ. ഒരു വ്യക്തിയുടെ ജാതി നിർണ്ണയിക്കുന്നത് മന്ത്രവാദമോ അന്ധവിശ്വാസങ്ങളോ അവരുടെ മാതാപിതാക്കളുടെ പുറത്തായ തീരുമാനം.